ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇന്നും നല്ല മഴ പെയ്യുന്ന ദിവസമാണ്. രാവിലെ തന്നെ നല്ല മഴയൊക്കെയാണ്. അപ്പോൾ രാവിലെ മക്കൾക്ക് സ്കൂളൊക്കെ തുറന്നപ്പോൾ രാവിലെ ഇപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാവൂലേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കടല കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ചായ വെച്ചു. ചായ തിളച്ച് വരുന്നുണ്ട്. ചായ ഇവിടെ റെഡിയായി. അപ്പോൾ കടല കുക്കറിൽ വെച്ചത് തിളച്ച് വരുന്നുണ്ട്. നമുക്കത് മൂടി വേവിക്കാൻ വെക്കാം. കടലക്കറിക്കുള്ള കടുകും ഒക്കെ റെഡിയാക്കാം. താളിക്കാൻ നോക്കാം. കടുക് പൊട്ടിച്ച് സാധാ കടലക്കറി വയ്ക്കുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ താളിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് വഴറ്റി നമ്മൾ കടല വെച്ച് സാധാ കടലക്കറി തന്നെയാണ്. അതിനൊപ്പം നമ്മൾ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞാൽ മക്കൾക്ക് ലഞ്ച് റെഡിയാക്കണം. ഇന്ന് കുട്ടികൾക്ക് ഞാനൊരു വീഡിയോയിൽ കണ്ടാണ് ഒരു സിമ്പിൾ റെസിപ്പി. അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പൊട്ടാറ്റോ ഫ്രൈ ചെയ്തിട്ടുള്ളൊരു റൈസാണ്. ആദ്യം പൊട്ടാറ്റോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഞാൻ അവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ അതിൽ കുറച്ച് പെരുംജീരകം ഇടാം. പെരുംജീരകം ഇട്ടതിന് ശേഷം അല്ലി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ഇടാം. പിന്നെ പച്ചമുളക്, ഒരു ചെറിയ സവോള അരിഞ്ഞതും ഇട്ട് പാകത്തിന് ഉപ്പിട്ട് വഴറ്റാം. മൂടി വെച്ചാൽ അത് മൂടി വെച്ചിട്ട് പതുക്കെ അതായി വരും. ഇനി അതിൽ പാകത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പാകത്തിന് മുളകും പൊടിയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ലേശം കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് അരി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ സാധാ ചെറിയ ബിരിയാണി അരിയാണ്. അപ്പോൾ ഞാനതെടുത്തു. അല്ലെങ്കിൽ നിങ്ങൾ വലിയ അരിയാണെങ്കിലും ഉപയോഗിക്കാം.
ഇതൊന്ന് മൂടി വെച്ചിട്ട് ആവി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച സാധാ ഉപ്പിട്ട് വേവിച്ച റൈസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് നന്നായി ഇളക്കി 2 മിനിറ്റ് മൂടി വെക്കണം. അപ്പോൾ എന്താ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മല്ലിയില ഉണ്ടെങ്കിൽ, നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് ഇളക്കിയ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് സൈഡായിട്ട് നമുക്ക് തൈര്, അച്ചാർ, ചമ്മന്തിയൊക്കെ വെക്കാം സ്കൂളിലേക്ക്. ഞാൻ തൈര് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ലഞ്ച് ബോക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളിൽ. അപ്പോൾ അതാ മക്കൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോവാൻ റെഡി ആയിരിക്കാണ്. ഒരാൾ ലൈൻ ബസ്സിന്, മറ്റേ സൈക്കിളിലാണ് പോകുന്നത്. അപ്പം അതിൻ്റെ തിരക്കാണ് ഇവിടെ കാണുന്നത്. മഴ പെയ്യുന്നുണ്ട്. റെയിൻ കോട്ട് ഇട്ടിട്ട് പോകാൻ പറഞ്ഞാലും കേൾക്കാണ്ട് ഒരു മടിയിലാണ് ഇരിക്കുന്നത്. ഒരാൾ പോയി. അപ്പോൾ ചെറിയ ആളും പോകാൻ വേണ്ടി ഇറങ്ങാണ്. അപ്പോൾ ഇനിയും ചെറിയ പണികളൊക്കെ ആയിട്ട് ബാക്കി പണികളൊക്കെ ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ മക്കൾ വരുമ്പോഴേക്കും ചെയ്ത് തീർക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ ഇന്നത്തെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.